അനിയൻ രക്ഷപ്പെടാമെന്ന് കരുതിയ സമ്മതിക്കില്ലെന്ന് വെച്ചാ ഇതാ പറയുന്നത്, ദുഷ്ടനെ പന പോലെ വളർത്തുന്നു. നിങ്ങളുടെ വർത്താനം കേട്ടാലേ ടോർച്ചർ ചെയ്യൂ അവൻ. മിണ്ടാതിരുന്ന് കഴിക്ക്. എന്നെ ഓർത്തില്ലേ? നേരത്തെ വിളിച്ചപ്പോ കുറച്ച് കഴിഞ്ഞു മതിയെന്ന് പറഞ്ഞില്ലേ? അത് നേരത്തെ അല്ലേ, ഇപ്പൊ വിളിക്കഞ്ഞ എന്തേ? സോറിടാ, ഇനി ഞാനത് മറക്കില്ല. അപ്പോ ഇപ്പൊ കഴിക്കാൻ പറയുന്നില്ലേ? അയ്യോ, ഞാൻ എടുത്തു തരാം. അല്ലെങ്കിൽ വേണ്ട. വേണ്ടേച്ചി. എന്റെ അനിയനായതുകൊണ്ടാണ് ഞാൻ വെറുതെ വിടുന്നത്. ഇല്ലെങ്കിൽ ഈ വീട്ടിന്റെ മുകളിൽ നിന്ന് തള്ളി താഴെ ഇട്ടേനെ. ഞാൻ അനിയനല്ലായിരുന്നെങ്കി എന്നെ മേലേന്ന് തള്ളി താഴേക്കിടായിരുന്നല്ലേ ചേച്ചി? അയ്യോ, ഇവന് മൈൻഡ് വോയിസ് വരെ വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഒന്ന് ശ്രദ്ധിക്കണം. അളിയ, കഴിച്ചോ അളിയ? വയറ് നിറയെ കഴിച്ചോ? മതി അളിയ. ഇപ്പൊ നിങ്ങൾ വല്ലാതെ മെലിഞ്ഞു പോകുന്നുണ്ടളിയ. നിങ്ങൾ കഴിക്ക്. ഇനി വേണ്ട അളിയ. എന്തിനെത്ര മടി? കഴിക്ക്. സമാധാനമായിട്ടൊന്ന് ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കുമോ? നിങ്ങൾ സമാധാനമായിട്ടിരുന്നാ മതിയോ? എനിക്ക് സമാധാനം വേണ്ടേ? ഞാൻ ടെൻഷൻ അടിച്ച് ചാകുവാ. എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. നീ ഒരു വിധത്തി, നിഹാരിക മറ്റൊരു വിധത്തി. എല്ലാം എന്റെ വിധിയാ. ലേറ്റായി കഴിഞ്ഞാ എന്നെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അവനെ അറിയും ചേച്ചി. അങ്ങനെ ആയാ പിന്നെ സംഭവിക്കുന്ന എന്താ? രാവണാസുരൻ നിഹാരികയെ തട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിക്കും. അത് ആലോചിക്കുമ്പോ തന്നെ പേടിയാവുക. അപ്പോ ലൈവാണെങ്കിൽ നിങ്ങൾക്ക് അറ്റാക്ക് വരുമല്ലേ? സോ നിങ്ങളുടെ നിലവിലെ കർത്തവ്യം എന്താ? നിഹാരികയുടെ അടുത്തേക്ക് പോയി സംസാരിക്കണം അല്ലേ? എന്നാ ചെല്ല്. കഴിച്ചിട്ട് പോയാ പോരെ? ഒരു നേരം കഴിച്ചില്ലെങ്കിൽ ചത്തുപോയില്ലളിയാ. ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടാക്കുകയാണോ ചേച്ചി? അയ്യോ ഇല്ല വികാസ്, ഒരു പ്രശ്നവും ഇല്ല. എന്നാ ഇറങ്ങാൻ നോക്ക്. വാ ഗൗതമി. ആക്സിഡന്റ് ഉണ്ടാക്കിയിട്ട് മനുഷ്യർ അന്ധവിശ്വാസം വലിക്കുമ്പോ ഒരു തരി പോലും കരുണയില്ലാതെ ഒറ്റയ്ക്കാക്കി പോകുന്നത് ഫാഷനായിട്ടുണ്ട്. അവർക്ക് മാത്രമേ ജീവനുള്ളൂ. മറ്റുള്ളവരൊക്കെ എന്താ പാവകളാണോ? അങ്ങനത്തെ ദുഷ്ടന്മാരെ ലോകത്തില് വല്ലാതെ ഈയിടെയായിട്ട് കൂടി വരുന്നുണ്ട്. അങ്ങനെയുള്ള ഇഡിയറ്റ്സിനെ വെറുതെ വിടരുത്. അവനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ എത്ര വലിയ ആളാണെങ്കിലും അവനെ വെറുതെ വിടില്ല. ഞാനാ ആവണി, ഞാനാ നിന്റെ ഭാവി ഭർത്താവ്. ഒരു നിമിഷം പോലും നിന്റെ ചിന്തയിൽ നിന്നും മാറാൻ പറ്റാത്ത അവസ്ഥയിലാ. മനസ്സിൽ ഞാൻ നിന്നെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. ഒന്നും പറയണ്ട, എന്റെ കല്യാണം വലിയ സിനിമാ കഥ പോലെ ആയിട്ടുണ്ട്. പിടിച്ച 4 പാർട്ട് എടുക്കാം. എഴുതുവാണെങ്കിൽ വലിയ ഗ്രന്ഥം എഴുതാം. അതാ ഇപ്പൊ എന്റെ അവസ്ഥ. നടക്ക്. രൂപ, ഞാൻ പിന്നെ വിളിക്കാം നിന്നെ. എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ? ആ സാഡിസ്റ്റിനെ തപ്പി പോലീസ് എങ്ങാനും വന്നിരുന്നോ? ഇനി അവനുണ്ടാക്കിയ ആക്സിഡന്റ് വല്ലതും അറിഞ്ഞോ അവര്?
അങ്ങനെയൊന്നും സംഭവിച്ചില്ല മോളെ. ഞങ്ങൾക്ക് അവന്റെ ടോർച്ചർ സഹിക്കാൻ വയ്യ. അതെ ബേബി, അവനെ സാഡിസ്റ്റ് എന്ന് വിളിച്ചാൽ കുറഞ്ഞു പോകത്തേ ഉള്ളൂ. ബ്രിട്ടീഷുകാരെക്കാളും വലിയ പ്രശ്നമായിട്ടുണ്ട് അവൻ. ഇപ്പൊ എന്താ ഉണ്ടായേ? അവനെ കാരണം സമാധാനത്തിലൊന്നും ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. മര്യാദയ്ക്കൊന്നും ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ വീട്ടിൽ നമുക്ക് സമാധാനം ഇല്ലാത്ത അവസ്ഥയായിട്ടുണ്ട്. എല്ലാം ഉണ്ടായിട്ടും മനസമാധാനം ഇല്ലാത്തൊരവസ്ഥ. എന്റെ ദൈവേ, കല്യാണം കല്യാണം എന്ന് പറഞ്ഞ് കോഴിയെ നിർത്തി പൊരിക്കണ പൊരിക്കല്ലേ അവൻ ഞങ്ങളെ. ഒരു നല്ല മുഹൂർത്തം നോക്കി നിന്റെ കല്യാണം ഉറപ്പിക്കാനായിട്ട് ഇവിടെ ഉള്ളവരോട് സംസാരിക്കാനായിട്ട് വരാനിരുന്നതാ. ഞങ്ങൾക്ക് അത്രയ്ക്ക് സമയമില്ല ഉടനെ തന്നെ നിങ്ങളുടെ രണ്ടിന്റെയും കല്യാണം ഫിക്സ് ചെയ്യാൻ പറയാനായിട്ട്. അത് കഴിഞ്ഞ് ആവനിയുടെയും വികാസിന്റെയും കല്യാണക്കാര്യം സംസാരിക്കാനായിട്ട് ഒരു ടൈം ക്രിയേറ്റ് ചെയ്തെടുക്കാന്ന് കരുതി. ഇല്ല ബേബി, പെട്ടെന്ന് തന്നെ തീരുമാനിക്കണം. ഇല്ലെങ്കിൽ എനിക്കോ നിന്റെ അമ്മയ്ക്കോ ഉറപ്പായിട്ട് ഹാർട്ട് അറ്റാക്ക് വരും. ഇനിയിപ്പോ രണ്ടാക്ക് വന്നാലും നീ അത്ഭുതപ്പെടേണ്ട ഒരു കാര്യമില്ല. ശരി ശരി, നിങ്ങൾ വന്ന സമയം ഏതായാലും നല്ല സമയമാണെന്ന് വിചാരിക്കാം. മുഹൂർത്തത്തിന്റെ കാര്യം പിന്നീട് നമുക്കൊരു ചർച്ചയിലാക്കാം. ഇത്തവണ എന്തായാലും ഇവിടുത്തെ അച്ഛനമ്മമാർക്ക് മുമ്പിൽ നിങ്ങളുടെ വോയിസ് ഒന്ന് കൂട്ടിയേ പറ്റൂ. കേട്ടല്ലോ? ശരി ശരി, അങ്ങോട്ട് ചെല്ലാം. വാ. തിരുപ്പതിക്ക് പോണെന്ന് ഭാര്യ പറഞ്ഞപ്പോ ഭക്തി സീരിയലിൽ നിന്ന് മുടങ്ങാതെ കണ്ടോളാൻ ഭർത്താവ് പറഞ്ഞു. ഇതിലിപ്പോ എന്താ ഇത്ര ജോക്കളിയാ? ബിരിയാണി വേണമെന്ന് ഭർത്താവ് പറഞ്ഞപ്പോ കുക്കറി ഷോ ഇരുന്ന് മുടങ്ങാതെ കണ്ടോളാൻ ഭാര്യയും പറഞ്ഞു. ഇതാണ് ജോക്ക്. എന്തൊക്കെയുണ്ട്, സുഖം തന്നെയല്ലേ? മുഖം കണ്ടിട്ട് അത്ര സുഖത്തിലൊന്നും അല്ല അളിയ. അമ്മേ, അച്ഛാ, ഒന്നിങ്ങോട്ട് പുറത്തോട്ട് വരുവോ? സുഖാണു ഗൗതമി? അങ്ങനെ പോകുന്നു. എന്തുപറ്റി ഗൗതമി? നിങ്ങളോട് എന്തോ സംസാരിക്കാൻ വേണ്ടിയാ വന്നേ. എന്നാ നിങ്ങളെ ഇരിക്കുക. കുഴപ്പമില്ല പ്രസാദറാവു സാറേ. ശ്രീകർ ഇവിടെ ഉണ്ടോ? ആ ഉണ്ടല്ലോ. എന്നാലൊന്ന് വിളിക്കാമോ? ശ്രീകർ, ശ്രീകർ. നിങ്ങള് സ്വന്തക്കാരെ പോലെ കൊണ്ടു നടക്കുന്ന ആ ആവനി ഉണ്ടോ ഇവിടെ? പുറത്തു പോയതാ. അവന് സമയത്ത് വീട്ടിലില്ലെങ്കിലും കൃത്യസമയം നോക്കി തിരിച്ചെത്തും. സീൻ നല്ല ത്രില്ലടിച്ച് നിൽക്കുമ്പോഴാണെന്നർത്ഥം. എന്താ അച്ഛാ? അവരെന്തോ സംസാരിക്കാൻ വേണ്ടി വന്നതാടാ. പറഞ്ഞോളൂ. എല്ലാവരും ഉള്ളപ്പോ പറയേണ്ട കാര്യമായതുകൊണ്ട് എല്ലാവരെയും ഒന്നിച്ചു വിളിച്ചത്. ഞങ്ങൾക്ക് പറയാനുള്ളതൊക്കെ നിങ്ങളോടാണ് വേദവതിയമ്മേ. ശബ്ദത്തിലെ വ്യത്യാസം ഉണ്ടെങ്കിൽ കാര്യം എന്തായാലും സീരിയസ് ആയിരിക്കും. നിങ്ങളൊന്ന് വേഗം കാര്യം പറ. എപ്പോഴും പാടുന്ന പാട്ട് തന്നെയാ വേദവതിയമ്മേ. കല്യാണത്തിന്റെ കാര്യം ഞങ്ങൾ എപ്പോ ചോദിച്ചാലും നാളെ തന്നെ സംസാരിക്കാം, ഇപ്പൊ പണിക്കരോട് സംസാരിക്കാം എന്നൊക്കെ പറയുന്നതല്ലാതെ മുന്നോട്ടൊന്നും കാണുന്നില്ല. എത്ര ദിവസം ഇങ്ങനെ വാക്കിന് പുറത്ത് മുന്നോട്ട് പോകും? എത്ര ദിവസം ഇങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് മുമ്പോട്ട് പോകും? ഒരു പെൺകുട്ടിയുടെ അച്ഛനമ്മമാരാണ്. ഞങ്ങൾക്ക് അതിൻ്റെതായ പേടിയുണ്ട്. ഇപ്പൊ തന്നെ വല്ലാതെ വൈകിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കണം. അവര് പറയുന്നതിലും കാര്യമുണ്ടമ്മേ. നമ്മൾ ചെറിയ അശ്രദ്ധ കാണിക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ. നമ്മൾ എന്തിനാ അശ്രദ്ധ കാണിക്കുന്നത് മോളെ? നോക്കച്ച, ആണുങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും സംഭവിച്ചാ അത് വലിയ കാര്യമാക്കാതെ പുറത്തേക്ക് ഇറങ്ങി വളരെ സിമ്പിളായി നടക്കാൻ പറ്റും. പക്ഷേ പെൺകുട്ടികളുടെ കാര്യത്തിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ സൊസൈറ്റിയിൽ ഇറങ്ങി തലയുയർത്തി നടക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ നിഹാരിക ആളൊരു പാവമാണ്. ശ്രീകറിനെ സ്നേഹിച്ചതിന്റെ പേരിൽ അനീതി കാണിക്കരുത്. വലിയ മനസ്സ് കാണിച്ചതൊന്നും മനസ്സിലാക്കണം. ഞങ്ങൾ അതിന് ശ്രമിക്കുന്നില്ലെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. പക്ഷെ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതെ, എത്ര കാലം? എന്ത് കാര്യത്തിനും ഒരു അവസാനം വേണ്ടേ? ഇത്രയൊക്കെ സഹിച്ചത് നിങ്ങളോടുള്ള ബഹുമാനം കൊണ്ടാ. ഇനിയും ലേറ്റ് ആവാനാണെങ്കിൽ പറയണം. ഞങ്ങൾ നിഹാരികയും കൊണ്ടങ്ങ് തിരിച്ചു പൊക്കോളാം.
അങ്ങനെയെങ്കിൽ വേറെ ആലോചന നോക്കാം. അങ്ങനെയൊന്നും പറയരുത്. ഞാൻ ഈ വീട്ടിലുള്ളവരെ ഒന്നും ഉപേക്ഷിച്ചിട്ട് വരില്ല. ഒന്നും വിചാരിക്കുമ്പോ തന്നെ നടക്കണമെന്നില്ല. കുറച്ച് സമയം എടുക്കില്ലേ? എന്തിനാ ഇത്രയും ധൃതി കാണിക്കുന്നേ? കല്യാണം കഴിയാതെ പെണ്ണിനെ ചെറുക്കിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയ പാരന്റ്സിന് ധൃതി ഉണ്ടാവില്ലേ ശ്രീകരേട്ടാ? അങ്ങനെയാണെങ്കിൽ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? മുഹൂർത്തം കുറിക്കുന്നത് വരെ നിനക്ക് നിന്റെ വീട്ടിൽ പോയി നിന്നൂടെ? അമ്മ കണ്ടില്ലേ എന്തൊക്കെയാ പറയുന്നെന്ന്? ഞാനിപ്പോ പറഞ്ഞതിൽ എന്താ ഇത്ര തെറ്റ്? എന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലയോ? ഇതാ നോക്ക് നിഹാരിക, നീ ഒരു ശ്രീകർ ഒന്ന് നിർത്ത്. നോക്ക് ഗൗതമി, വിവാഹം വൈകുന്നതുകൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത്. നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇന്ന് തന്നെ കുലഗുരുവിനെ ഫോൺ ചെയ്തോളാം. നാളൊരു നല്ല ദിവസമല്ലേ? കല്യാണ മുഹൂർത്തം നിശ്ചയിക്കാൻ വേണ്ടി വരാൻ അവരെ അറിയിച്ചോളാം. അതുപോരെ? അത്രയും മതി. എൻഡ് ഓഫ് ദ ഡ്രാഗൺ. അതാ ആവനി എത്തിയല്ലോ. കൃത്യസമയം നോക്കിയെത്തുമെന്ന് പറഞ്ഞായിരുന്നോ? അവനി, വാ മോളെ. നാളെ ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് ഞങ്ങളുടെ കുലഗുരുവിനെ മോളെ ആവുന്നുണ്ട്. കല്യാണത്തിന്റെ മുഹൂർത്തം നാളെ അവിടെ കല്യാണ മുഹൂർത്തം നിശ്ചയിക്കുമ്പോൾ മോളെ അവിടെ വേണ്ട. എല്ലാവർക്കും നമുക്കിതൊരു ചെറിയ ഫംഗ്ഷനായി നടത്താം. നീ ഈ കുടുംബത്തിന്റെ അഭ്യുദയകാംക്ഷിയാണ്. അതുകൊണ്ട് ഇവരുടെ കല്യാണ മുഹൂർത്തം കുറിക്കുന്ന ചടങ്ങിന്റെ കാര്യങ്ങള് നീ തന്നെ വേണം നോക്കാൻ മോളെ. എന്താ ചെയ്യില്ലേ മോളെ? നിങ്ങൾ ചോദിച്ച എതിര് പറയോ? അവൾ സമ്മതിക്കും. അത് അവനെ എന്നെ പറയട്ടെ. പറയാ അവനി. ആവനെ എന്തിനാ എങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നേ? ആവനേക്കാളും നീ നന്നായിട്ട് കഷ്ടപ്പെടുന്ന പോലെ ഉണ്ട്. ഞാൻ പറഞ്ഞ അവൻ ഇതിനെതിരെ പറയില്ല. ഒന്നും പറയാത്തതെന്താ അവനി? ഞാൻ മുതിർന്നവരെടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഞാൻ എതിര് നിൽക്കാറില്ല. പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കാറില്ല. എന്താണെന്നോ, ഞാൻ ഈ വീട്ടിലെ അതിഥിയല്ലേ. വേദവതിയമ്മേ, ഒരു കാര്യം പറഞ്ഞോളൂ. ഞങ്ങളിത് പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. നിങ്ങൾ കാര്യം പറഞ്ഞോളൂ. നാളെ ആ ഫംഗ്ഷനില് ആവനി ഉണ്ടാവരുത്. ഞാനിത് പറഞ്ഞതിന് എന്നോട് ക്ഷമിക്കണം. ഉണ്ടെങ്കിൽ പ്രോബ്ലം എന്താ ഗൗതമി? പ്രോബ്ലം ഉണ്ട്. ഓരോ തവണയും ഓരോ ഒക്കേഷനിലും ആവനി കാരണം ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നുണ്ട്. ശരിയത്. കറവാജ്യോതി ഫംഗ്ഷന്റെ അന്നും അവസാനം കയറി വന്നു. ഞങ്ങളുടെ മൂഡ് മൊത്തം നശിപ്പിച്ചു കളഞ്ഞു. ഗൗതമി പറഞ്ഞതുപോലെ നാളെ ഫംഗ്ഷൻ ആവനി ഉണ്ടാവാൻ പാടില്ല. മമ്മി ഡാഡിയും പറഞ്ഞതും സത്യം തന്നെയാണല്ലോ അമ്മ. ഒരൊറ്റ ഒരാൾ കാരണം എല്ലാവരും വിഷമിക്കുന്നത് ശരിയല്ലല്ലോ. അല്ലെങ്കിലേ നാളെ പ്രധാനപ്പെട്ട ദിവസമാ. നല്ല തീരുമാനം എടുക്കുന്നതായിരിക്കും നല്ലത്. ഗൗതമി ചേച്ചി ചോദിച്ചത് നല്ലതാണ് എന്റെ അഭിപ്രായം. എന്തെങ്കിലും പറയാമ്മേ. മോളെ അവനി,
നിനക്കൊരു നല്ല മനസ്സുണ്ട്. എന്തു പറഞ്ഞാലും നിനക്കത് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റുള്ളവരുടെ പ്രശ്നം എന്താണെന്ന് നിനക്ക് ആലോചിക്കാൻ കഴിയും. അതുകൊണ്ട് ചോദിക്കുകയാണ്. നാളെ നീ മുഹൂർത്തം കുറിക്കുന്ന ഫംഗ്ഷന് വരരുത് മോളെ. നാളത്തെ ഒറ്റ ദിവസത്തേക്ക് നിന്റെ ഫ്രണ്ട് സുജാതയുടെ വീട്ടിലേക്ക് പോ. ഏത് ഫംഗ്ഷനാണെങ്കിലും നീ മുന്നിൽ നിന്ന് നടത്തണമെന്ന് മുൻപ് പറഞ്ഞ ഞങ്ങൾ തന്നെ ഈ ഫംഗ്ഷന് നീ വേണ്ടെന്ന് പറയുകയാണ്. ഒന്നും തോന്നില്ലേ മോളെ, വിഷമിക്കരുത് കേട്ടോ. അങ്ങനെ പറഞ്ഞത് ന്യായമായിട്ട് തോന്നുന്നുണ്ടോ അച്ഛാ? അവൻ ഈ വീടിന് വേണ്ടി ചെയ്തതൊക്കെ നിങ്ങൾ മറന്നോ? നാളെ ഫംഗ്ഷൻ ആ ആവനി വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ ഉണ്ടാവില്ല വേദവതിയമ്മേ. വേണ്ട, അവന് ഞാൻ പറഞ്ഞ കേട്ടോളും. മോള് കേൾക്കില്ലേ? അവനെ അത് അംഗീകരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് സന്തോഷായില്ലേ? ശരി എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. എന്നാ ശരി, ആയിക്കോട്ടെ. ഇറങ്ങിക്കോട്ടെ. ബൈ, പോയി വരാം. ബൈ മോളെ. ബൈ ഡാഡി. ഏട്ടാ, സ്വാമിക്കൊന്ന് ഫോൺ ചെയ്യണം. ശരി വേദ. നാളെ ആ ഫംഗ്ഷനിൽ ആവനി ഉണ്ടാവരുത്. നാളെ നീ മുഹൂർത്തം കുറിക്കുന്ന ഫംഗ്ഷന് വരരുത് മോളെ. അവനെ നമ്മുടെ കല്യാണക്കാര്യത്തെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് അമ്മ എന്നോട് ഒരു മടിയും കൂടാതെ ഇവിടുന്ന് പുറത്തു പോകാൻ പറഞ്ഞത്. ആ കേട്ടത് അംഗീകരിക്കാൻ കഴിയാതെ എന്റെ മനസ്സ് കിടന്ന് നീറുക. കുറച്ച് വൈകിയാണെങ്കിലും തിന്മയുടെ മേൽ നന്മ ജയിക്കുന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ നിൽക്കുന്നേ. പക്ഷെ അങ്ങനൊന്നും സംഭവിക്കുന്നില്ല. എന്റെ ഭർത്താവ് മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടാൻ വേണ്ടി നാളെ ഒരു മുഹൂർത്തം അവര് കുറിക്കാൻ പോവുക. ദൈവം എന്റെ തലയിൽ എഴുതി വെച്ചത് എന്താണെന്ന് കണ്ടില്ല ഏട്ടാ. ഇങ്ങനത്തെ പരീക്ഷണങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടാവോ? വേറൊരു മുഹൂർത്തം അല്ലേടോ, കല്യാണമൊന്നും അല്ലല്ലോ. മുമ്പ് നിങ്ങൾ ഇങ്ങനെ തന്നെ പറഞ്ഞത്, എന്നിട്ടാ നിശ്ചയം നടന്നു. ഇപ്പോഴും നിങ്ങൾ അങ്ങനെ തന്നെ പറയുന്നു. നാളെ കല്യാണം കഴിഞ്ഞ ശേഷം കല്യാണമല്ലേ കഴിഞ്ഞ് കൂടെ ജീവിക്കുന്നില്ലല്ലോ എന്ന് നിങ്ങൾ പറയും. അത്രയൊക്കെ താൻ എന്തിനാ ആലോചിക്കുന്നേ? അങ്ങനെ ഒരു അവസ്ഥ ഞാൻ ഉണ്ടാക്കില്ല. എന്റെ ജീവിതത്തോട് ന്യായം കാണിക്കാൻ കഴിയാത്ത ഒരാളെ അന്ധമായിട്ട് സ്നേഹിച്ചും വിശ്വസിച്ചും ജീവിക്കുന്നത് പോലെ തോന്നുന്നുണ്ട് ഏട്ടാ. അങ്ങനെയൊന്നും പറയില്ല അവനി, എന്നെ വിശ്വസിക്കേ. വിശ്വസിച്ചാ ഞാൻ ഇത്രയും ദൂരം വന്നത്. എന്തെങ്കിലും ഒന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോ ശീലമായിട്ടുണ്ട്. നിങ്ങൾ പറയുന്നതൊക്കെ കേൾക്കുന്നത് എനിക്ക് ശീലമായി. എന്ത് ചെയ്യാനാ? ഇത്തവണയും ഇതൊക്കെ എന്റെ വിധിയാണെന്ന് കരുതി സമാധാനിച്ചോളാം ഞാൻ. പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ നടക്കുന്ന കാര്യങ്ങളെ അംഗീകരിക്കുന്നതല്ലേ ഏട്ടാ നല്ലത്. അമ്മ പറഞ്ഞതിനെ എതിർത്തിട്ട് ഈ വീട്ടിൽ ഇനി നിൽക്കാൻ കഴിയോ? അതല്ല അവനി. ഇനി ഒന്നും പറയണ്ട ഏട്ടാ. എന്നെ നിങ്ങളൊന്ന് ഒറ്റയ്ക്ക് നിൽക്കാൻ സമ്മതിക്ക. ആരൊക്കെ എത്രയൊക്കെ ശ്രമിച്ചാലും എന്നിൽ നിന്നും തന്നെ ഞാൻ അകറ്റില്ലടോ. താൻ എന്നെ വിട്ടുപോയി കഴിഞ്ഞാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല അവനി, ജീവിച്ചിരിക്കില്ല.